സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ, സത്യങ്ങൾ പുറത്തു വരട്ടെ. വിഴിഞ്ഞത്ത് ഭരണപക്ഷവും BJP ഹിന്ദുത്വ മേൽവിലാസങ്ങൾ അവകാശപ്പെടുന്ന ചിലരും ചേർന്നുള്ള ഒത്തുകളി എത്ര മുന്നോട്ട് പോകും? ആയിരങ്ങളെയും മതമേലധ്യക്ഷന്മാരെയും തുറുങ്കിലടച്ചാൽ തീരജനതയോടുള്ള ക്രൂരത കുഴിച്ചു മൂടപ്പെടുമോ? സർക്കാരിന്റെ പിഴ വെളുക്കുമോ? മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന വൻ കുറ്റവും അപരാധവും അവരുടെയും വൈദികരുടെയും മേൽ ചാർത്താൻ കരുനീക്കിയത് ആര്? പോലീസിനെ തന്നെ കരുവാക്കിയ ബുദ്ധി ഏത്? ഇതെല്ലാം ആസൂത്രിതമോ? അദാനിക്കു സഹായകമാകത്തക്ക വിധം സമരക്കാരെ ദുർബലീകരിക്കാൻ വേണ്ടി രണ്ടു സമുദായങ്ങളെ അവർക്കെതിരെ തിരിക്കാനുള്ള ബുദ്ധിപ്രയോഗം ആരുടെ വക? മറ്റൊരു വിധത്തിലും സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാരിന് ധാർമ്മികതയുടെ ശക്തിയിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പുറത്തെടുത്ത ഗൂഢശസ്ത്രമാണ് കൂട്ടറസ്റ്റിനുള്ള നീക്കത്തിലും തിളങ്ങിക്കാണുന്നതെന്ന് സംശയിക്കാം. 4.5 മാസം സർക്കാർ അവഗണിച്ച സമരം, അവഗണിക്കാൻ കഴിയുന്ന വിധം സംഭവരഹിതമായിരുന്ന സമരം, അത് ഒറ്റ രാത്രി കൊണ്ട് ആസൂത്രിത കലാപമായത്രേ. ദേശദ്രോഹവും മതവിദ്വേഷ പ്രയോഗവുമാണ് പോലും. കരുതി കൂട്ടി പോലീസ് സ്റ്റേഷനും പോലീസുകാരെയും ആക്രമിക്കുന്ന കൊടും കുറ്റമായത്രേ. അങ്ങനെ സർവനീചകർമ്മങ്ങളുടെയും മേളനമായി അത് മാറിയെന്ന്. വീടറ്റ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതം ആർക്കും ഒന്നുമല്ല. വീടുകൾ നഷ്ടപ്പെട്ട് 4 വർഷമായി ഗോഡൌണുകളിൽ കഴിയുന്നവരുടെ ദുരവസ്ഥ പ്രശ്നമല്ല. സമരക്കാരെയും വൈദികരെയും ദേശദ്രോഹികളെന്നും മന്ത്രി വിളിച്ചതിൽ തെറ്റില്ല. ആകെയുള്ള പ്രശ്നം വൈദികന്റെ വാക്പിഴ മാത്രം. അതിജീവനത്തിനു വേണ്ടി സമരം ചെയ്യുന്നവരെയും പിന്തുണച്ചവരെയും ദേശദ്രോഹികളെന്ന് അധിക്ഷേപിച്ചതിൻ്റെ ധർമ്മരോഷത്തിൽ സാന്ദർഭിക സമ്മർദ്ദത്താൽ വൈദികന് സംഭവിച്ച വിമർശന പിഴ, അതുമാത്രമാണ് നാട് നേരിടുന്ന ഏക വിഷയം. നിശ്ചയമായും അത് വലിയ പിഴ തന്നെയാണ്. ഒരു സമൂഹത്തെ ഒന്നടങ്കം മുൻവിധിയോടെ കാണുന്നതിന് തുല്യമായ പിഴ. ഇത്തരം പിഴകൾക്കെതിരെ ജാഗ്രത നിർബന്ധവുമാണ്. എങ്കിലും മന്ത്രിയുടേതടക്കം കടുത്ത അധിക്ഷേപത്തിനും മറ്റു സമ്മർദ്ദത്തിനും നടുവിൽ താൽക്കാലികമായ മനക്ഷോഭത്താലാണ് അത് സംഭവിച്ചതെന്നത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് വൈദികനും സഭാ നേതൃത്വവും ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞതും ഖേദം പ്രകടിപ്പിച്ചതും. പക്ഷേ പ്രകോപിപ്പിച്ച മന്ത്രിക്കോ ഈ പ്രകോപനത്തിനായി കാത്തിരുന്ന മറ്റു ചിലർക്കും രോഷമുള്ളത് ഇക്കാര്യത്തിൽ മാത്രം. മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങളിലും യാതനകളിലും അവർക്ക് രോഷമില്ല. അവരോടുള്ള അവഗണനയിലും രോഷമില്ല. അവരുടെ വേദനകളൊന്നും ഇവരാരുടെയും മനസാക്ഷിയെ തൊടുന്നു പോലുമില്ല. സാന്ദർഭിക മാത്രമായ വീഴ്ചയിലേക്ക് സമര നേതൃത്വത്തെ തള്ളിവിട്ട് സമരത്തെയും സമരക്കാരെയും വരച്ച വരയിൽ കൊണ്ടുവരാൻ നടപ്പാക്കിയ ഗൂഢ പദ്ധതി ആയിരുന്നോ ഇത്? ഈ ഒത്തുകളിയിൽ പങ്കുള്ള എല്ലാവരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കള്ളങ്ങൾ എത്രയൊക്കെ പ്രചരിപ്പിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ ഒരു സത്യമാണ് 2015 ആർച്ച് ബിഷപ്പ് സൂസൈപ്പാക്കിം ഇറക്കിയ സർക്കുലറിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. തുറമുഖം വേണ്ടതാണെന്നും എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും വസ്തുതകൾ വ്യക്തമായി വേർതിരിച്ചു പറയുന്ന സർക്കുലർ. ഇതു മറച്ചുപിടിച്ച് പണം പറ്റുകാരെന്ന് സംശയിക്കേണ്ട ചിലർ സമരക്കാർ വിദേശികളുടെ പണം വാങ്ങി തുറമുഖവും വികസനവും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നും പണി മിക്കവാറും പൂർത്തിയായപ്പോൾ മാത്രമാണ് സമരത്തിന് ഇറങ്ങിയതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പൂർത്തിയായത് 80% അല്ല, 30% മാത്രം. കരാർ വ്യവസ്ഥ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട നിർമ്മാതാക്കൾ സർക്കാരിന് മുമ്പിൽ വീഴ്ചക്കാരായിട്ടും അവർക്ക് താലപ്പൊലി ഒരുക്കാനാണ് ഭരണപക്ഷ നേതാക്കളും പ്രസ്ഥാനങ്ങളും ചാനലുകളും വാദിക്കുന്നതും ശ്രമിക്കുന്നതും. ഇതെല്ലാം മറികടന്ന് ഇനിയും സത്യങ്ങൾ പുറത്തു വരും. പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ കൈകളാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എത്രമാത്രം പീഡനങ്ങളാണ് സഹിക്കേണ്ടത്? അവരെ പിന്തുണയ്ക്കുന്നവർ എന്തൊക്കെ ദ്രോഹങ്ങളാണ് നേരിടേണ്ടത്? ഒരു കാര്യം വ്യക്തം, മത്സ്യത്തൊഴിലാളികളെ എത്ര വലിയ ഗർത്തത്തിലും തള്ളാൻ സർക്കാരിന് മനസാക്ഷി വിലക്കില്ല. തീരദേശത്തെ 10,000 ബലി കൊടുക്കാൻ മടിയില്ല. സമരവും സമരക്കാരെയും തകർക്കാൻ വേണ്ടി
പിന്തുണയ്ക്കുന്ന സഭാമേലധ്യക്ഷന്മാരെ വരെയും കേസിൽ കുടുക്കി ദ്രോഹിക്കാനും അധിക്ഷേപിക്കാനും മടിയില്ല. ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ നിലകൊണ്ടു എന്നത് മാത്രമാണ് വൈദിക നേതൃത്വത്തിന്റെ കർമ്മം. ജീവിത ദുരിതത്തിൽ കഴിയുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. പക്ഷെ അവരുടെ ദുരിതമല്ല, സമരം ഇല്ലാതാക്കുന്നത് മാത്രമാണ് സർക്കാരിന്റെ ശ്രദ്ധാവിഷയം. സമരക്കാരുടെ സമയവും ശ്രദ്ധയും കേസുകളിലേക്ക് മാറ്റി സമരം പൊളിക്കാനുള്ള നീക്കം, വൈദിക മേലധ്യക്ഷന്മാരെ കേസുകൾ വഴി ബന്ദികളാക്കി സമരക്കാരെ തളർത്താനുള്ള കുതന്ത്രം. ഇക്കാര്യത്തിൽ അധികൃതരെയും പോലീസിനെയും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ സൃഷ്ടിക്കപ്പെട്ട പ്രകോപനത്തിനും അക്രമത്തിനും പിന്നിൽ കാക്കിയിട്ട ചിലരുടെ നീക്കങ്ങളും കലാപത്തിന് പിന്നിൽ ഭരണാധികാരികളുടെ സർക്കാരിന്റെ തന്ത്രവും ഉണ്ടെന്ന ആരോപണം മാഞ്ഞു പോകുന്നില്ല. പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്രേ. എങ്കിൽ സംശയിക്കണം. സമരം പൊളിക്കാൻ ഒത്തുകളിച്ചവർ നുഴഞ്ഞുകയറ്റവും ആക്രമണവും ആസൂത്രണം ചെയ്യുകയും അത് കൃത്യമായും ഗൂഢമായും പോലീസിലെ ചിലരെ മുൻകൂർ ധരിപ്പിക്കുകയും ചെയ്തോ എന്ന്. ഇത്രയും കാലത്തിനിടെ മത്സ്യത്തൊഴിലാളി സമരം ഏതെങ്കിലും ജാതി മത സമുദായത്തിന് എതിരെയാണെന്ന് ആരും പറയാനിട വന്നില്ല. ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരെയോ അവരുടെ താല്പര്യങ്ങളെയോ സമരക്കാർ ദ്രോഹിച്ചിട്ടില്ല. ഒരു വിഭാഗത്തോടും എതിർപ്പോ വെറുപ്പോ വിദ്വേഷമോ സമരക്കാർക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഹിന്ദുത്വവാദികളായി വേഷമിട്ട് ചിലർ സമരക്കാർക്കെതിരെ വിഷലിപ്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്? ചിലരുടെ നാടകം വിശ്വസിച്ചതുകൊണ്ട്. തുറമുഖത്തിന്റെ പേരിൽ പണം പറ്റിയവരും അവരുമായി ഒത്തുകളിച്ച ചില ഭരണപക്ഷ ഗൂഢാലോചകരും ചേർന്ന നാടകം. ഇക്കൂട്ടരിൽ ചിലർ തങ്ങളുടെ സാമുദായിക ബന്ധം ഹിന്ദുത്വവാദികളെ ഒപ്പം നിർത്താൻ ദുരുപയോഗിച്ചതിന്റെ വിജയം. വൈദികർ സമര നേതൃത്വത്തിൽ ഉണ്ടെന്ന സാഹചര്യം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കുടില ബുദ്ധികൾ ഒന്നാന്തരം അവസരമാക്കി. മുസ്ലിം മന്ത്രിമാരെ കൊണ്ട് സമരക്കാരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചതിലും അവരുടെ ആസൂത്രണം സംശയിക്കണം. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പൊതുസമൂഹത്തെ അല്ല, വർഗീയ മനസ്സുള്ളവരെയാണ് ഇക്കൂട്ടർ ഒപ്പം കൂട്ടുന്നത്. അന്യായമായ അറസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാനും ജാമ്യത്തിനായും ചെന്നവരെ കൂടി അറസ്റ്റ് ചെയ്ത കേട്ടുകേൾവിയില്ലാത്ത ഗൂഢപ്രകോപനവും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് സമരക്കാർക്ക് നേരെ ഉണ്ടായ കല്ലേറും. ഇവയ്ക്ക് പിന്നിലെ സത്യം പുറത്തു വരണം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന വൈദികരുടെ ആവശ്യം ന്യായയുക്തമാണ്. ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ സമയബന്ധിതമായ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാരിന് എന്തിനു മടിക്കണം? ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിക്ക് അത് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. ഏതു വേഷം കെട്ടിയാലും വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഗതികെട്ട സമരക്കാരോട് വെല്ലുവിളിയായി പറയുന്നതല്ല സർക്കാരിന്റെ വീരത്വം. പകരം ഗതിയില്ലാത്ത ജനങ്ങളെ, വീട് നഷ്ടപ്പെട്ടവരും ഗോഡൌണുകളിലും മറ്റും ദുരിത ജീവിതം നയിക്കുന്നവരുമായവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും പ്രവൃത്തിയാ തെളിയിക്കുകയും ചെയ്യുന്നതാണ് സർക്കാരിന്റെ മഹത്വവും ധീരതയും. അതിന് സർക്കാർ എന്ന് പറയുന്ന യന്ത്രത്തിനും വേണം മനുഷ്യത്വം. ആ യന്ത്രം മനുഷ്യത്വമില്ലാതെ പ്രവർത്തിച്ചാലും സമരക്കാർ പ്രകോപിതരായിക്കൂടാ. സ്വന്തം വാക്കുകളെയും സൗഹൃദം ഭാവിച്ചു പോലുമുള്ള നുഴഞ്ഞുകയറ്റക്കാരെയും അവർ കരുതിയിരിക്കേണ്ടി വരും. അത് ഇളവില്ലാത്ത മുന്നറിയിപ്പാണ്. സത്യത്തിന്റെ ശക്തി ചോർത്താൻ ജാഗ്രത കുറവിന് അനുവദിച്ചുകൂടാ. ഒരിക്കൽ ഒപ്പം നിന്നതിന്റെ ശിക്ഷയാണ് ഇടതു സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ നൽകുന്നതെങ്കിൽ അതിനുള്ള ഉത്തരം രാഷ്ട്രീയത്തിലെ നാളുകൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ നാളുകൾ അത് പറയുക തന്നെ ചെയ്യും, സംശയം വേണ്ട. മിസ്റ്റർ KT ജലീലിനോട് ഒരു ചോദ്യം. ഇത് താങ്കൾ തനിയെ പറയുന്നതോ മറ്റു ചിലർക്ക് വേണ്ടി പറയുന്നതോ? രണ്ടുമായാലും തങ്ങളോട് അങ്ങോട്ട് ചിലത് പറയട്ടെ. വിഴിഞ്ഞത്തെ സമരവുമായി ബന്ധപ്പെട്ട് താങ്കൾ ശാസനയൊന്നും പുറപ്പെടുവിച്ച് കളയരുത്. സമരക്കാരെയും വൈദികരെയും ദേശദ്രോഹികളെന്ന് വിളിച്ച മന്ത്രിക്ക് നൽകിയ മറുപടിയിൽ താങ്കൾ എന്തിനിത്രമാത്രം പ്രകോപിതനാകണം? താങ്കളും മന്ത്രിയും എന്തോ കാരണത്താൽ ഒന്നാണെന്ന് താങ്കൾ കരുതുന്നു.
അതുകൊണ്ട് മാത്രം ഭാവിക്കുന്നത് പോലെ മതനിരപേക്ഷകനാണ് താങ്കളെങ്കിൽ എന്തിന് ഇത്രമാത്രം വിറളി കൊള്ളണം? തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാം. വൈദികൻ അത് തിരിച്ചറിഞ്ഞു, മാപ്പ് പറഞ്ഞു. സഭാ നേതൃത്വം ഹൃദയപൂർവം ആ പിശക് സമ്മതിച്ചു. എന്നാൽ ആ മാപ്പ് ധാർഷ്ട്യപൂർവം തള്ളിയതിൽ ഏത് സ്വത്വമാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തം. മാപ്പ് പറഞ്ഞാൽ കുറ്റമേറ്റു പറഞ്ഞ കുറ്റവാളിയായി കണ്ട് തലയെടുക്കണമെന്ന് കരുതുന്ന ഏതെങ്കിലും മതവാദ ഹൃദയമാണോ, പുറമേ അവകാശപ്പെടുന്ന മതനിരപേക്ഷ ഹൃദയമാണോ ഇന്നാട്ടിലെ മന്ത്രിക്കുള്ളതെന്ന് സമൂഹം വിധിക്കട്ടെ. സമരം ചെയ്യുന്നവരെ ദേശദ്രോഹികളെന്ന് വിളിക്കാൻ മന്ത്രിമാർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അവരല്ല ദേശദ്രോഹത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത്. വിഴിഞ്ഞത്തെ ഏതെങ്കിലും BJP വക്താവുമല്ല അത് ചെയ്യേണ്ടത്. തുറമുഖ വഴിയെ പണം പറ്റിയെന്ന് ആരോപിക്കപ്പെടുന്ന ചിലരെങ്കിലും വർഗീയതയുടെ ഷാളണിഞ്ഞ് സമരക്കാരെയും പിന്തുണക്കുന്നവരെയും അധിക്ഷേപിക്കാൻ രംഗത്തുണ്ട്. അവരെ താങ്കൾക്കും തിരിച്ചറിയാം. നിർഭാഗ്യവശാൽ അക്കൂട്ടരുടെയും താങ്കളുടെയും എല്ലാം വാക്കുകളുടെ ലക്ഷ്യം ഒന്നു തന്നെയായി കാണപ്പെടുന്നു. താങ്കളുടെ ശാസനവും താങ്കൾ പ്രയോഗിക്കാറുള്ള നിഘണ്ടുവും ഒക്കെ നിരവധി പേർക്ക് പരിചിതമാണ്. അത് വിഴിഞ്ഞം സമരക്കാർക്കും അവരെ പിന്തുണയ്ക്കുന്ന ലത്തീൻ നേതൃത്വത്തിനുമേൽ പ്രയോഗിക്കരുതെന്നേ പറയാനുള്ളൂ. ഇടത്തും വലത്തും നടുവിലുമുള്ള വല്ല രാഷ്ട്രീയ നേതാക്കളും ബ്ലാക്ക് മെയിലിങ്ങിലോ ഗൂഢഭീഷണിയിലോ പ്രീണനത്തിലോ കുടുങ്ങിയിട്ടുണ്ടാകാം. താങ്കൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും താങ്കളുടെ വാക്കുകളിൽ ഏറെ പേർക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് മനം പുരട്ടലുണ്ടാക്കുന്ന മതവർഗീയതയും ധാർഷ്ട്യമെന്നൊരു മനോഭാവമാണ്. കക്ഷി രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒറ്റയാനായി നിൽക്കുന്ന താങ്കളെ ഭരണാധികാരികളോ ഭരണപക്ഷമോ ഒരു പക്ഷ പ്രതിപക്ഷമോ പിന്നെ രണ്ടുമല്ലാത്ത വല്ല പക്ഷമോ പേടിക്കുന്നുണ്ടാകാം. താങ്കൾക്കെതിരെ മിണ്ടാൻ പലരും മടിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ മറ്റാർക്കും അറിയാത്ത രഹസ്യ വിധേയത്വം താങ്കളോട് ഉണ്ടാകാം. അതിൻ്റെയൊക്കെ കാരണം ഊഹിക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ താങ്കളോട് പറയേണ്ടി വരുന്നു, താങ്കളുടെ ഭരണവും ശാസനയും ഒക്കെ ആ ദേഹങ്ങളോട് മാത്രമാകട്ടെ എന്ന്. മന്ത്രിയെ വൈദികൻ വിമർശിച്ചപ്പോൾ എത്ര പെട്ടെന്നാണ് താങ്കളിലെ മതനിരപേക്ഷകനെ വേദനിച്ചത്. താങ്കളുടെ ഫീലറുകളും താങ്കളുടെ ടെന്റിക്കിളുകളും താങ്കളുടെ എല്ലാ സ്പർശനഗ്രാഹികളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഏത് വേഷത്തിലായാലും താങ്കൾ ആരാണെന്ന് ഭൂരിപക്ഷം പേർക്കും നല്ല ധാരണയുണ്ട്. കാശ്മീരിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിക്കേണ്ടല്ലോ. അത് ദേശദ്രോഹമാണോ അല്ലയോ എന്ന കാര്യത്തിൽ കേരളീയർക്ക് ധാരണ പിശകൊന്നുമില്ല. ഏതു വിദ്യ പ്രയോഗിച്ച് ആരുടെ സർട്ടിഫിക്കറ്റ് താങ്കൾ നേടിയാലും അവരുടെ ധാരണയ്ക്ക് ഇളക്കവുമില്ല. ആസാദി കാശ്മീർ എന്ന താങ്കളുടെ വിശേഷണവും അത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണെന്ന താങ്കളുടെ ന്യായവാദവും അതിനെ ശരിവെച്ചവരുടെ നിലപാടും ജനങ്ങൾക്ക് നന്നായി ബോധിച്ചിട്ടുമുണ്ട്. താങ്കൾ പറഞ്ഞതിൽ തെറ്റായ ഒന്നുമില്ലെന്ന് ഏത് ഉന്നതം നിശ്ചയിച്ചാലും അത് ആ നാവിൻ്റെ മാത്രം തീരുമാനം. സുബോധമുള്ള ഭാരതീയർക്ക് വേറെയാകും ബോധ്യം. മുമ്പ് അതേ അഭിപ്രായം അച്ചടിച്ചവർക്കും മാപ്പ് രൂപത്തിൽ ചിത്രീകരിച്ചവർക്കും ആ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അമേരിക്ക പാകിസ്ഥാന്റെ പക്ഷത്ത് പ്രകടമായി നിന്ന് അവരെ സഹായിച്ചിരുന്ന കാലം താങ്കൾക്ക് ഓർമ്മയില്ലാതെ വരില്ലല്ലോ. അമേരിക്കയെ സാമ്രാജ്യത്വവാദികൾ എന്ന് വിളിച്ച് നാട്ടിൽ ഇടതുപക്ഷമടക്കമുള്ളവരുടെ ദേശസ്നേഹം ഭാവിച്ചിരുന്ന കാലവും അക്കാലത്ത് തലയറ്റതുപോലെ അധിനിവിഷ്ട പ്രദേശം ഒഴിവാക്കി കാശ്മീരിന്റെ മാപ്പ് അച്ചടിച്ചവർക്കും അത്തരം പുസ്തകം രാജ്യത്തേക്ക് കടത്തിയവർക്കുമൊന്നും ഇടതുപക്ഷ ദേശസ്നേഹി ഹൃദയങ്ങൾ പോലും നൽകിയത് പിന്തുണയല്ല. മന്ത്രി അബ്ദുറഹ്മാന്റെ അധിക്ഷേപത്തിന് വൈദികൻ മറുപടി നൽകിയപ്പോൾ താങ്കളുടെ വാക്കുകളിലൂടെ എത്ര പെട്ടെന്നാണ് ഒരു മതവാദി പുറത്തു ചാടിയത്. ഒപ്പം താങ്കളുടെ ഉള്ളിൽ ഇന്നും ദഹിക്കാതെ കിടക്കുന്ന മതാധിഷ്ഠിത രോഷവും വിദ്വേഷവും. പ്രണയക്കെണിയെയും മയക്കുമരുന്ന് കെണിയെയും കുറിച്ച് ക്രൈസ്തവ യുവതിയുവാക്കളെ ഓർമ്മിപ്പിച്ചതിനെ ഇപ്പോഴും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ താങ്കൾ ഒഴുക്കുന്ന വിദ്വേഷം ഭയാനകം തന്നെ. ഒരു സാമൂഹിക വിഷയമോ സാമുദായിക ഉത്കണ്ഠയോ എന്നതിൽ
ഒതുക്കാതെ ഇപ്പോഴും ആ പിതാവിനെ അഥവാ അത്തരം മുന്നറിയിപ്പുകൾ നൽകുന്ന ക്രൈസ്തവ പിതാക്കളെ കഠിനമായി ദ്വേഷിക്കുന്ന താങ്കൾ എങ്ങനെയാണ് ഒരു ജനനേതാവായി വർത്തിക്കുന്നത്? ഏത് സ്വിച്ചിട്ടാലും താങ്കളിലെ ഈ ഒരു ചുവന്ന ബൾബ് പൊട്ടിത്തെറിക്കും എന്നതാണോ അവസ്ഥ? മതനിരപേക്ഷ ജനനേതാവെന്ന് സ്വയം വിശ്വസിക്കുന്നെങ്കിൽ താങ്കൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അവസരം കിട്ടിയാൽ കൂകിപ്പോകുന്ന ഒരു മതവാദ കുറുക്കൻ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് സ്വയം വസ്തുത അംഗീകരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാകും. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഒരിടത്തും ഇറക്കി വെക്കാതെ താങ്കൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ വിഷം മേലിൽ പുറത്തേക്ക് വിടാതിരിക്കുക. അത് ഈ സമൂഹത്തിന് നന്നല്ല ഒട്ടും. നെറി മറന്ന ചില ചാനലുകളോട് ഒരൊറ്റ ചോദ്യം. നിങ്ങൾ വൈര്യനിരാധന ബുദ്ധിയോടെ വിഴിഞ്ഞം സമരക്കാരെ നേരിടുന്നത് എന്തു കാരണത്താലാണ്? ന്യൂസ് 18 കേരള പോലുള്ളവ അത്തരത്തിലുള്ളവയാണെങ്കിൽ ചോദ്യം അവർക്കും ബാധകം. നിങ്ങൾ എത്ര കരുതി കൂട്ടി കള്ളങ്ങൾ പ്രസവിച്ചിട്ടാലും സത്യം സത്യമല്ലാതാകില്ല. അത് കാലാന്തരത്തിൽ ചാപ്പിള്ളയായി ഒടുങ്ങും. പക്ഷേ സത്യമല്ല, മറ്റു വല്ലതുമാണ് വല്ലവരുടെയും ലക്ഷ്യമെങ്കിൽ അത് ഇതിനകം അവ കീശയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകാം. പ്രവൃത്തിയുടെ കനം പോലെ ഇനിയും എത്തിയെന്ന് വരാം. ഇക്കാര്യത്തിൽ അത്തരക്കാരോട് ആർക്കും തർക്കിക്കാൻ കഴിയില്ല. വിഴിഞ്ഞം സമരത്തെ അധിക്ഷേപിക്കുന്നവർക്ക് അധാർമിക നേട്ടമോ അന്ധമായ രാഷ്ട്രീയ വിദ്വേഷമോ മതസമുദായിക വിഭാഗിതയോ അല്ലാതെ സത്യസന്ധമായ എന്താണ് ചൂണ്ടിക്കാട്ടാനുള്ളത്? മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിക്കുകയും അവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുകയും അവർക്കെതിരെ അസത്യങ്ങൾ കോരിയൊഴിക്കുകയും ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ നിർലജ്ജത അല്ലാതെ മറ്റെന്തു ഗുണമാണ് അവകാശപ്പെടാനുള്ളത്? വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം നൽകാൻ ലത്തീൻ സഭയിലെ വൈദിക നേതൃത്വം ഉണ്ട് എന്നതാണോ പലരുടെയും മനം ചൊറിച്ചിലിന് കാരണം? അതോ തുറമുഖമെന്ന മഹാദേശീയ നേട്ടം തകർക്കാൻ സമരക്കാർ ഇടവരുത്തുന്നു എന്നതിനാലാണോ? വാക്കുകൾ അന്തരീക്ഷത്തിലേക്ക് സംപ്രേഷണം ചെയ്യാൻ യന്ത്ര സാമഗ്രികളും വരികൾ കുറിക്കാൻ കുറെ കൈകളും ഉണ്ടെന്നല്ലാതെ മറ്റെന്താണ് ഇക്കാര്യത്തിൽ പലരുടെയും യോഗ്യത? പദ്ധതികളെക്കുറിച്ച് ജനവിഭാഗങ്ങൾക്കുള്ള അഭിപ്രായ ഭിന്നത അശ്ലീലമല്ല. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അശ്ലീലമല്ല. പക്ഷെ ആരുടെയോ വക കൈപ്പറ്റിയതിൻ്റെ നാണില്ലാക്കൂറ് എന്ന മട്ടിലോ അവിഹിത കൂട്ടുകെട്ടിന്റെ പേരിലോ ആരുടെയെങ്കിലും പ്രീതി മോഹിച്ചോ അപ്രീതി ഭയന്നോ അസത്യം അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത് അശ്ലീലമാണ്, അധാർമികതയും. വിഴിഞ്ഞം തുറമുഖം നാടിന് അനിവാര്യമെന്ന് കരുതാൻ ഏത് മാധ്യമത്തിലും ചാനലിലും അവകാശമുണ്ട്. അതിനുവേണ്ടി എത്ര വാദിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എതിർക്കുന്നവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാനും അവസരമുണ്ട്. പക്ഷേ എതിർക്കുന്നവരെ താറടിക്കാനും അധിക്ഷേപിക്കാനും അസത്യവും അരമുറി സത്യവും മാത്രം ആയുധമാക്കുന്നതും അതിനായി തുടരെ സ്വജന്മം മാറ്റിവെക്കുന്നതും ചാനലുകൾക്കായാലും ലജ്ജാകരമാണ്. ഏതെങ്കിലും ഒരു ചാനലിനോടുള്ള ഓർമ്മപ്പെടുത്തലല്ല ഇത്. അസത്യമെന്ന അശ്ലീലം പരത്തൽ ജന്മലക്ഷ്യമായി വരിക്കുന്ന ഏത് ചാനലിനോടുമുള്ള താക്കീതാണ്. വിഴിഞ്ഞം സമരത്തെ പിന്തുണയ്ക്കുന്ന വൈദിക നേതൃത്വം വിദേശ പണം വാങ്ങി ആർക്കോ വേണ്ടി തുറമുഖ നിർമ്മാണം അട്ടിമറിക്കുകയാണെന്ന അതീവ ഗുരുതര ആരോപണം തന്നെ ഉദാഹരിക്കാം. എന്ത് അടിത്തറയിലാണ് ഈ ആരോപണം ഉയർത്തിയത്? അതിന്റെ പേരിൽ നിയമ നടപടി നേരിട്ടിട്ട് പോലും സ്വന്തം ആരോപണം തെളിയിക്കാൻ ചാനലിനു കഴിഞ്ഞിട്ടില്ല. കേരളത്തിലും കേന്ദ്രത്തിലും സമരവിരുദ്ധ മനോഭാവമുള്ള സർക്കാരുകൾ ഉണ്ടായിട്ടും അങ്ങനെയൊരു സത്യം കണ്ടെത്തുന്നില്ലെങ്കിൽ തങ്ങൾ പറഞ്ഞത് അസത്യമെന്ന് വേണ്ട, അബദ്ധമെന്നെങ്കിലും സമ്മതിക്കാനുള്ള ആർജവം ചാനലുകൾക്ക് വേണ്ടേ? കുറഞ്ഞ പക്ഷം തങ്ങൾക്ക് തങ്ങളുടെ ധാരണകൾക്ക് എവിടെയോ പിഴച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിക്കുകയും അതിൻ്റെ മാന്യത പ്രവൃത്തിയിൽ കാട്ടുകയും ചെയ്യേണ്ടതല്ലേ? അതിനു പകരം ഹിംസ്ര മൃഗത്തെ പോലെ കൈത്തൊട്ടയിരയെ കൊന്നയടങ്ങൂ എന്ന മട്ടിൽ സത്യമില്ലാത്ത അധിക്ഷേപങ്ങൾ തുടരുന്നതോ മാധ്യമധീരത? വിഴിഞ്ഞം സമരത്തിന്റെ കാര്യത്തിൽ സമരവിരുദ്ധർ പറയുന്ന കള്ളങ്ങൾ ബോധ്യപ്പെടാൻ മുൻവിധിയില്ലാത്ത സാധാരണ അന്വേഷണം മതി. അതിനു പോലും തയ്യാറല്ലാതെ സമരത്തെയും വൈദികരെയും താറടിക്കുന്നത്
രോഗലക്ഷണമെന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അവരോട് ധാർമ്മികതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഇങ്ങനെയും കുറെ ചാനൽ ജീവികൾ മാധ്യമ ലോകത്തുണ്ടെന്ന് സാധാരണ ജനം ഓർമ്മിക്കുന്നത് നല്ലതു തന്നെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.